ഒരിക്കലും കേരളത്തിൽ കേട്ടുകേളിയൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ KSFE-യിൽ ഉണ്ടായത്. അതായത് ശമ്പള പരിഷ്കരണത്തിൽ മാനേജ്മെൻറ്റും തൊഴിലാളികളുമായി ഒപ്പുവെച്ച കരാർ ഏകപക്ഷീയമായി ഗവൺമെൻറ് തള്ളിക്കളയുക മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ തന്നിഷ്ടം പോലെ ഒരു കരാറുണ്ടാക്കി അതിന് ഉത്തരവിൻ്റെ രൂപത്തിൽ പുറത്തിറക്കി. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്നല്ല, ഒരു ജനാധിപത്യ ഗവൺമെൻറ് തന്നെ ചേരാത്തതാണ്. അതായത് ശമ്പള പരിഷ്കരണത്തിൻ്റെ ഒപ്പിട്ട കരാറിന് പോലും ഈ സർക്കാരിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളൊരു ഉദാഹരണമാണ് ഇപ്പോൾ നടന്നത്. അത് കേരളം പലതിനും സാക്ഷ്യം വഹിക്കുകയാണ്. ഇവിടെ ജീവനക്കാരെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെയും ജീവനക്കാരെ വിശ്വാസമെടുക്കാത്ത സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, സർക്കാർ ജീവനക്കാരുടെ DA-യുടെ വിഷയം വന്നപ്പോൾ ഈ സർക്കാരാണ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത്. അതായത് DA അവകാശമല്ല, ഞങ്ങളുടെ ഔദാര്യം. അതായത് സർക്കാർ ജീവനക്കാരൊക്കെ ഭിക്ഷാന്തേഹികളാണ് എന്നുള്ള ആ സമീപനം, അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവർത്തനങ്ങളും വിജയിക്കാതെ പോയത്. ഒരു ഗവൺമെൻറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത് എന്താ? ജീവനക്കാരുടെ വിശ്വാസതയാണ്. ഇപ്പോൾ KSFE-യെ സംബന്ധിച്ച് ഇവിടെ UDF സർക്കാരിൻ്റെ കാലത്തൊക്കെ എത്രയോ സ്കീമുകൾക്ക് തുടക്കം കുറിച്ച ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ തന്നെ അന്ന് MLA എന്നുള്ള നിലയിൽ നിങ്ങളുടെ പല പരിപാടികൾ, ഔദ്യോഗിക പരിപാടികൾ, ഉമ്മൻചാണ്ടിയും KM മാണിയൊക്കെയുള്ള ഒരുപാട് ചടങ്ങുകൾ ഞാൻ പങ്കെടുത്താണ്. പക്ഷേ ആ KSFE-യിൽ പോലും ഇപ്പോൾ നടക്കുന്നത് ജീവനക്കാരെ പരിപൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം. പിന്നെ നമ്മുടെ ധനകാര്യമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഈ 5 വർഷമായിട്ട് മൂപ്പർക്ക് ഈ വകുപ്പ് എന്താണെന്ന് ഇപ്പോഴും പിടിക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഒരു അട്ടർ ഫെയിലിയറായിട്ടുള്ള മന്ത്രി വേറെ കേരളത്തിലെ ഏത് ധനകാര്യമന്ത്രിയുമായിട്ട് ചോദിക്കുക. എന്തെങ്കിലും ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് പിടിച്ചു പറയുക, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഏർപ്പാട് നടത്തുക. അതായത് സ്വന്തമായിട്ട് കരാറുണ്ടാക്കുക, ഒപ്പുവെച്ച കരാർ ചവിട്ടുകടയിൽ എറിഞ്ഞിട്ട് സ്വന്തമായിട്ട് കരാറുണ്ടാക്കി ഇതാക്കി പ്രഖ്യാപിക്കുക. ഇതാണ് സർക്കാരിൻ്റെ നയം. ഇതാണോ ഗവൺമെൻറ് ഏർപ്പാട്? ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന്, ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് ഇനി ആയുസ് ഒരാഴ്ചയും കൂടി കിട്ടും. പിന്നെ പോകുന്ന പോക്കിൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യം ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. മന്ത്രിമാർക്കൊന്നും ഭരിക്കാനല്ല നേരം, ഉള്ള നേരം കൊണ്ട് വേറെ ചില കൈക്രിയകളൊക്കെ നടത്താനാണ്. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇതൊന്നും നോക്കാനും നേരം കിട്ടുന്നില്ല. കാരണം ആദ്യം മന്ത്രിമാരുടെ വീടിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ തകരാറുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഒരു ശ്രദ്ധയില്ല. മൂപ്പർക്ക് ഉള്ള നാളൊന്ന് നന്നായിട്ടൊന്ന് ഭരിച്ച് ഉള്ള ഖജനാവിലെ ബാക്കി കൂടെ ഊറ്റി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. ഏതാണ്ട് പഴയ കാലത്തെ ഓണത്തിൻ്റെ ഒരു ചൊല്ല് പോലെയാണ്. മലബാറിലൊരു ചൊല്ലുണ്ട് ഓണത്തിനെ കുറിച്ച്, തിരുവോണം തിരുതകൃതി. അതായത് ഓണം സമൃദ്ധമായിട്ട് ആഘോഷിക്കും, 2 ഓണം ഞണ്ടും ചമിക്കും. മലബാറിലൊക്കെ 2 ഓണത്തിൻ്റെ ദിവസമാണ് നോൺ വെജിറ്റേറിയനൊക്കെ ഉപയോഗിക്കും. മൂന്നാം ഓണം മുക്കിയും മൂടി, അതായത് കലവറയൊക്കെ ഏതാണ്ട് തീരാനായി. 4 ഓണം നക്കിയും തുറച്ചു, എല്ലാം മുഴുവൻ തീർക്കുക. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് മുക്കിയും മൂടിയും പോകുന്ന അവസ്ഥയാണ്. പിണറായി ഒരു ടേമും കൂടെ ചോദിക്കുന്നതിനാണല്ലോ, ഇനി നക്കിയും തുളച്ചിട്ടും കൂടെ പോകണം, അതിനു വേണ്ടിയിട്ടാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർ എന്തൊക്കെ PR വർക്ക് നടത്തിയാലും UDF സർക്കാർ അധികാരത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ ഈ സർക്കാരിൻ്റെ, ഈ പിണറായി സർക്കാരിൻ്റെ ഉത്തരവ് പൂർണ്ണമായും ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇവിടെ ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജീവനക്കാരുടെ അംഗീകാരത്തോടുകൂടെ ഒരു പുതിയ കരാറുണ്ടാക്കി അത് നടപ്പാക്കും എന്ന് സൂചിപ്പിക്കാൻ ഈ സന്നദ്ധ വിനിയോഗിക്കുന്നു. പക്ഷേ അതുവരെ അടുത്ത ഈ വിൻസെൻ്റിന് കാര്യം പറഞ്ഞു, 13-ാം തീയതി സമരം മുടക്കണ്ട, ഇവന്മാരെ ഇറങ്ങി പോകുന്നവരെ മിക്കവാറും 15-നോ 16-നോ ഇലക്ഷൻ പ്രഖ്യാപിക്കും. അതുവരെ ഇവർക്ക് സൗകര്യം കൊടുക്കരുത്. അതുകൊണ്ട് ആ കാര്യത്തിൽ അതുവരെയുള്ള സമരവുമായി മുന്നോട്ട് പോവുക. ഏതായാലും 3 മാസം കഴിഞ്ഞാൽ അന്തിമ വിജയം നിങ്ങൾക്കായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ ധർണ്ണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും വിനീതമായിട്ട് നമസ്കാരം. ജിന്ദാബാദ്.
അറബിക്കടലിൽ